ഇതൊരു പ്രധാന അറിയിപ്പാണ്. ഒരു രീതിയിലുള്ള ആശയവിനിമയവും ഇനി എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. സീസൺ 7 ഇവിടെ വെച്ച് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തലാക്കിയിരിക്കുന്നു. ഇനി നിങ്ങളോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഏതോ ഒരു ടാസ്കിനോടുള്ള ബന്ധത്തിൽ ബിഗ് ബോസ് പറഞ്ഞ നിയമങ്ങളൊക്കെ അവർ ലംഘിച്ച് തന്നിഷ്ടപ്രകാരം എന്തൊക്കെയോ പരിപാടികൾ അവിടെ നടത്തിയിട്ടുണ്ട്. വലിയ സീനാക്കി മാറ്റിയിട്ടുണ്ട്. അടി പൊട്ടുന്ന രംഗങ്ങളൊക്കെയാണ് നമുക്കതിൽ കാണുവാൻ സാധിക്കുന്നത്. അതൊക്കെ വെച്ചിട്ടാണ് ബിഗ് ബോസ് പറയുന്നത് ഇനി നിങ്ങളോട് യാതൊരു ആശയവിനിമയമില്ല, താൽക്കാലികമായി ഷോ നിർത്തിവെക്കുകയാണ് എന്ന്. എന്തായാലും ഞെട്ടലോടുകൂടിയാണ് മത്സരാർത്ഥികൾ ഇതൊക്കെ കേൾക്കുന്നത്. ഇങ്ങനെ ഒരു പ്രൊമോ വന്നു എന്ന് കരുതി ഈ സീസൺ അവസാനിച്ചു എന്നൊന്നും ആരും കരുതേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന ധാരാളം പ്രൊമോസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഷോ കൃത്യമായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അതാണ് മുൻകാല അനുഭവം വെച്ചിട്ട് നമുക്ക് പറയുവാനുള്ളത്. അതുമാത്രവുമല്ല, ഇത്രയും കോടിക്കണക്കിന് രൂപയൊക്കെ വാരി ചിലവാക്കിയിട്ട് ഒറ്റയാഴ്ച പിന്നിടുമ്പോഴേക്കും നിങ്ങളിൽ നിന്നും ഇനി കണ്ടന്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങളോട് ഞാൻ ആശയവിനിമയവും നടത്തുന്നില്ല എന്ന് പറഞ്ഞ് ഷോ നിർത്തിപ്പോകാൻ തക്കവണ്ണം അങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ കാര്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ നല്ല ഒന്നാം തരം താക്കീതായിട്ടാണ് ഈ കാര്യം ബിഗ് ബോസ് സംസാരിക്കുന്നത്. പിന്നെ ഈ ആൾക്കാരുടെ നിലവാരവും പെരുമാറ്റവും ഒക്കെ വെച്ച് നോക്കിയിട്ട് ഈ സീസൺ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ അർത്ഥമുണ്ടോ എന്നും തോന്നുന്നില്ല. കാരണം ഒരു തരത്തിലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർക്ക്. അതായത് ഞാൻ ആസ്ഥാന ഗെയിമറാണ് എന്ന് ചിന്തിക്കുന്ന ആളിന് പോലും ഈ ഗെയിമിനെ കുറിച്ചൊരു ചുക്കും പിടികിട്ടിയിട്ടില്ല എന്നുള്ളത് ഇന്നലെ രാത്രിയിലത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലായി. ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യന് പൊതുജനം എന്താണ് ചിന്തിക്കുന്നത് എന്നും അവരുടെ തെറ്റുകൾ എന്തൊക്കെയാണ് എന്നും മനസ്സിലാക്കുവാനുള്ള എത്രയെത്ര സൂചനകളാണ് ലാലേട്ടൻ നൽകിക്കൊണ്ടിരുന്നത്. ഇവർ ഒരുമിച്ച് ആക്രമിക്കുകയും ഒരു പെട്ടി നിറച്ച് പരാതി എഴുതി നിറച്ച് അനീഷിനെതിരായിട്ട് ആക്രമണം നടത്തുകയും ചെയ്തിട്ടും അനീഷിനെ ലാലേട്ടൻ ഒരു തരത്തിലും കുറ്റപ്പെടുത്തുവാൻ പോകാതെ അത് അയാളുടെ ഗെയിം സ്ട്രാറ്റജിയാണ്, അതിനെ നിങ്ങൾ മറുതന്ത്രം ഉപയോഗിച്ച് നേരിടണം എന്നെല്ലാം പറഞ്ഞ് ഓരോരുത്തരെയും മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുന്നു. ഇതിനിടയ്ക്ക് പ്രേക്ഷകർ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതിന് പ്രേക്ഷകരുടെ ഉറച്ച കയ്യടികളൊക്കെ ഇവരെ കേൾപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. ഇതെല്ലാം കേട്ടതിന് ശേഷവും അതിനകത്ത് വെച്ച് തന്നെ ലാലേട്ടന് ഒന്ന് പുറത്തേക്ക് പോയി വന്നപ്പോഴേക്കും അനീഷിനെ കൊല്ലാനുള്ള വാശിയുമായിട്ട് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞു. കപ്പടിക്കും എന്ന് ഏകദേശം ആൾക്കാർ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിലാഷ് എന്ന് പറയുന്ന ആള്. അഭിലാഷ് മാത്രമല്ല, അതിനകത്തുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഒന്നും ഇന്നലത്തെ ഗെയിമിൽ ലാലേട്ടന് എന്താണ് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് അതൊന്നും അവർക്ക് പിടികിട്ടിയിട്ടേ ഇല്ല. എന്തായാലും അനീഷിനെ ഒതുക്കുക എന്നുള്ള പദ്ധതിയുമായിട്ട് വീട്ടുകാർ മുഴുവനും കൂടി കൈകോർത്ത് എവിടം വരെ പോകും എന്നുള്ളത് കണ്ടറിയണം. ബിഗ് ബോസ് ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് ഈ ആശയവിനിമയം നിർത്തിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൗനവ്രതം എവിടം വരെ തുടരും എന്നും എവിടെ ഇത് അവസാനിക്കുമെന്നുമെല്ലാം നമുക്ക് കണ്ടറിയണം. എന്തായാലും ലൈവ് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് എത്തിയാൽ ഉടൻ തന്നെ അതിന്റെ അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.